ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വട്ടയപ്പമാണ്. വട്ടയപ്പം സാധാരണ കള്ള് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് തേങ്ങാവെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഞാൻ ചെയ്ത വട്ടയപ്പത്തിൻ്റെ റിസൾട്ട്. നന്നായി വന്നിട്ടുണ്ട്, നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്, സോഫ്റ്റുമാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടൊരു തേങ്ങ എടുക്കുക. അധികം മൂക്കാത്ത തേങ്ങ മതി. ഇപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കാം. കരിക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ അധികം ഒരു മൂക്കാത്ത തേങ്ങയാണ് എടുത്തേക്കുന്നത്. നല്ല വെള്ളമുള്ള തേങ്ങ നോക്കി എടുക്കാൻ ശ്രമിക്കണം. കാരണം വെള്ളം കൂടുതലുള്ളത് നമ്മുടെ വട്ടയപ്പത്തിൽ ഏറ്റവും നല്ലതായിരിക്കും ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയണം ആ വെള്ളമായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതിങ്ങനെ ഒരു ദിവസം വെക്കണം. എന്നാലേ നമുക്കിത് കള്ളിൻ്റെ എഫക്റ്റോടു കൂടി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പത്തിന് വേണ്ട അരി കുതിർക്കാനിടാം. ഞാൻ ഇതിനായി 1.25 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുതിർത്തെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ 5 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കുക. അപ്പോൾ ഇത് ഏകദേശം 5 മണിക്കൂർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി ഊറ്റിയെടുക്കാം. ഞാൻ നന്നായി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം പോകാനായിട്ട് ഒരു തുണി, എന്തെങ്കിലും ഒരു തുണി വിരിച്ചിടുക നന്നായിട്ട് നമ്മുടെ കൗണ്ടർ പോയിന്റിൽ. എന്നിട്ട് അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക. നന്നായി എന്നിട്ട് നിരത്തി കൊടുക്കണം അരി. ഇങ്ങനെ ഒരു 20 മുതൽ ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിയിലെ വെള്ളം നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ഞാൻ അരമണിക്കൂർ ഇങ്ങനെ വെച്ചതാണ്. ഇപ്പം നന്നായി വെള്ളം പോയിട്ടുണ്ട്. കണ്ടോ, നമുക്കത് കുടഞ്ഞെടുക്കുമ്പോൾ അറിയാൻ കഴിയും. ഇപ്പം അരിയെല്ലാം വിട്ട് കിട്ടുന്നുണ്ട്. ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. കണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് നന്നായി പൊടിയണ്ട, ഒരു പുട്ടിൻ്റെ പാകത്തിന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. കുറച്ച് തരി വേണം വട്ടയപ്പത്തിന്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് പൊടിച്ചെടുക്കണം. ഇതപ്പോൾ എല്ലാം ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയൊന്ന് വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഇത് വറുക്കുമ്പോൾ കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വരുന്ന പോലെ കാണും. ഒരു പുട്ടിൻ്റെയൊക്കെ സ്മെല്ല് വരുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യണം. ആയിട്ടുണ്ട്. ഞാനൊരു 3 മിനിറ്റേ വറുത്തെടുത്തുള്ളൂ. ഇത് വട്ടയപ്പത്തിന് വേണ്ട മധുരത്തിനുള്ള വെള്ളമാണ്. ഏകദേശം 3 ആണി വെള്ളമുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉരുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിത് ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 800 അത്ര ആ ഒരു ഹീറ്റിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഹീറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊന്തി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം നമ്മുടെ വെള്ളത്തിന്. വലിയ കട്ടകളുണ്ട്, സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ
ഇത് ഏകദേശം ആയിട്ടുണ്ട്, എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് വട്ടയപ്പത്തിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വട്ടയപ്പത്തിന് ഇത്തിരി തേങ്ങ അധികം ഉള്ളത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 4 അല്ലി ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വേണം. നമ്മളിതിൽ ഏലക്ക ചേർക്കുന്നുണ്ട്, ആ കൂടെ വേണം ഇട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. നന്നായി അരിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഒരു കലം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കലത്തിലാണ് ഞാൻ ഇതിനുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ച തേങ്ങാവെള്ളം പഞ്ചസാര മിക്സ് എടുക്കുക. ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു കള്ളിൻ്റെ മണം തന്നെ ഉണ്ട് ഇപ്പോൾ അതെടുക്കുമ്പം. ഇതിനി നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഏകദേശം ഞാൻ ഒരു 28 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിത് പഞ്ചസാര കൂട്ടി പൊടിച്ചത് കൊണ്ടാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നന്നായി അരിച്ചു കൊടുക്കണം. ഇതിൽ കരടൊക്കെ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പഞ്ചസാര ഇട്ട് വേണേലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഇത്തിരി ലൂസായിട്ട് വേണം കലക്കി വെക്കാൻ. ഒരു ദോശമാവിൻ്റെ പാകത്തിനാണ് കലക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പാകം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇങ്ങനെ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ വെക്കണം. നല്ല ചൂടുള്ള സ്ഥലമാണ്, പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഞാൻ പുളിക്കാനായിട്ട് 8 മണിക്കൂർ വെച്ചു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലൊരു വട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് വട്ടയപ്പം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുക്കുക, വേഗം വിട്ട് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒഴിച്ച പോലെ തന്നെ ഇരിക്കും സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ നല്ല പൊന്തി കിട്ടും പുളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനെല്ലാം ഒഴിച്ചു കൊടുത്തു അതിലേക്ക്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ പാത്രം വേണമെന്നില്ല. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ കുറച്ചൊന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറി വെച്ച് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് കൊടുത്താണ്. ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം താഴ്ന്നു പോകും. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് വേവാൻ. അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ വട്ടയപ്പം റെഡിയായെന്ന് നമുക്ക് നോക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക.
അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പം നമുക്ക് എടുക്കാം ഇതിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് നമ്മൾ വെക്കുന്നത് ഏകദേശം 1 ദിവസമെങ്കിലും വെക്കണം, എന്നാലേ അത് കള്ളിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഏകദേശം 28 hours വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല കള്ളിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് വരും അത് തുറന്നു നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിതാ നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. മാവ് പൊളിച്ചില്ലെങ്കിൽ ഇതൊരിക്കലും പൊന്തി വരില്ല. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ച് നോക്കുകയാണ്. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്, നല്ല കട്ടിയൊന്നുമില്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം. കള്ളൊന്നും വാങ്ങാനായിട്ട് പോകണ്ട, തേങ്ങാവെള്ളത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈസ്റ്റൊന്നും ചേർക്കേണ്ട, ഈ തേങ്ങാവെള്ളത്തിൽ തന്നെ ഇത് പുളിച്ച് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.